Hi all, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതും റെയിൻബോ സ്വിസ് റോളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് ഷുഗർ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി സമയത്ത് തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2/3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 2/3 കപ്പ് എന്ന് പറയുമ്പം 1/3 കപ്പിൽ 2 തവണ അളന്നെടുത്താൽ മതി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇനി ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് എന്ന് പറയുമ്പോൾ 1/8 ടീസ്പൂൺ, പിന്നെ അതിൻ്റെയും പകുതി, ഒരു നുള്ളിൻ്റെയും പകുതി, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 3 തവണ ഒന്ന് അരിച്ചെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്തതിന് ഇനി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ ബാറ്ററിനെ നമുക്കൊരു 4 ബൗളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആദ്യത്തെ ബൗളിലേക്ക് ഇനി റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഡ്രോപ്പ് റെഡ് ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടാമതായിട്ട് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 കളറിലാണ് കേട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കളേഴ്സ് ആഡ് ആക്കാം. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ബ്ലൂ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററൊക്കെ ഓരോ ഐസിങ് ബാഗിലേക്ക് ആക്കാം. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള ബേക്കിംഗ് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ബേക്കിംഗ് ടിന്ന് നമുക്ക് 1-2 തവണ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് വെച്ച് ഒരു 160 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന്
ചൂടോട് കൂടി തന്നെ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു വേറൊരു ബേക്കിംഗ് പേപ്പറിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനൊരു വേറൊരു ബേക്കിംഗ് പേപ്പറിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം. അപ്പം താഴത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്, കുഴപ്പമില്ല. അത് നമുക്ക് സ്വിസ് റോളിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടാണ് ഇത് വരിക. ഇനി ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെക്കുക. ചൂടോട് കൂടി തന്നെ ചെയ്യണം. എന്നിട്ട് രണ്ട് ഭാഗവും ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഇനി അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറുന്നത് വരെ ഇങ്ങനെ ഇവിടെ കീപ്പ് ചെയ്യാം. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് പോലെ ഒരുപാട് ക്രീമൊന്നും ഇതിന് ആവശ്യമില്ല. നമ്മൾ കൂടുതൽ ക്രീം ഇട്ട് കൊടുത്താൽ നമ്മൾ ഈ സ്വിസ് റോൾ കട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ജാമ് വേണമെങ്കിലും ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ പേപ്പറോട് കൂടി തന്നെ സാവധാനം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് റോൾ ചെയ്യുമ്പം ബട്ടർ പേപ്പർ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റോൾ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ബട്ടർ പേപ്പർ ഉള്ളിൽ പെടാത്ത വിധത്തിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വേറൊരു പേപ്പറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ക്രീമും കേക്കൊക്കെ കൂടെ അവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സ്വിസ് റോള് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ പേപ്പറൊക്കെ സാവധാനം ഒന്ന് മാറ്റിക്കൊടുക്കാം. അപ്പം ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമുക്ക് ഇത് ഓവനില്ലെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ വലിയൊരു പാനിലേക്ക് ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് മാത്രമേ ഇത് ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ ബേക്കായാൽ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ അതൊന്ന് കുത്തി നോക്കിയിട്ട് ബേക്കായിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കണം. ഇനി നമുക്ക് ഈ സ്വിസ് റോളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.